മാധ്യമപ്രവർത്തകൻ കെ.എം. ബഷീറിന്റെ കൊലപാതകത്തിൽ ശ്രീറാം വെങ്കിട്ടരാമൻ IAS-നെതിരെ നരഹത്യാക്കുറ്റം ചുമത്തി. കേസിൽ പ്രതി വിചാരണ നേരിടണം. കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന വാദം തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തള്ളി. കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് നിന്നും അരുൺ സോളമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ അത് പൂർണ്ണമായും തെറ്റാണെന്നുള്ള പ്രതി ശ്രീറാം വെങ്കിട്ടരാമന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് കോടതി. അതെ ആര്യ, ഇന്ന് ഇപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമന് കനത്ത തിരിച്ചടിയാണ് തിരുവനന്തപുരം 1-ാം സെഷൻ കോടതിയിൽ നിന്നും നേരിട്ടിരിക്കുന്നത്. കാരണം നേരത്തെ അദ്ദേഹം കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വരെ ചെന്നിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്നാൽ സുപ്രീം കോടതിയാണ് വിചാരണ കോടതിയിൽ നിന്നും വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 25-ാം തീയതി സുപ്രീം കോടതി അത്തരത്തിലൊരു ഉത്തരവ് കൊണ്ടുവന്നിരുന്നു. ഇതിനോട് അടിസ്ഥാനപ്പെടുത്തിയാണ് തിരുവനന്തപുരം 1-ാം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടണം എന്നുള്ള കാര്യവുമായി മുന്നോട്ട് പോയത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇദ്ദേഹം പല പ്രാവശ്യവും കേസ് വിളിക്കുമ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിയിൽ ഹാജരായിരുന്നില്ല. എന്നാൽ അവസാന ഘട്ടത്തിൽ കോടതിയെ വാക്കാൽ ശാസിക്കുകയുണ്ടായി. ഈ ഒരു കാര്യം മുൻനിർത്തിയാണ് അദ്ദേഹം ഇന്ന് കോടതിയിൽ വന്നത്. എന്നാൽ കോടതിയിൽ വന്നപ്പോഴും കോടതി കുറ്റപത്രം വായിച്ചു കേട്ടപ്പോഴും അദ്ദേഹം കുറ്റം പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ 2019 ഓഗസ്റ്റ് മാസം 3-ാം തീയതി പുലർച്ചെയാണ് മാധ്യമപ്രവർത്തകൻ ബഷീറിനെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തിയത്. എന്നാൽ ആ സമയത്ത് തന്നെ ഇദ്ദേഹം മദ്യപിച്ചിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ, വാർത്തകൾ, വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇദ്ദേഹം മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ളതിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു തെളിവ് ഹാജരാക്കാൻ അന്വേഷണ വകുപ്പിനൊന്നും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ 185-ാം വകുപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് കോടതി കണ്ടെത്തി. തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.